സോ ഈ ആഴ്ച നോമിനേഷൻ വന്നതില് പവർ ടീമും ക്യാപ്റ്റനും ഒഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നു. അത് വളരെ നല്ലൊരു കാര്യം. അത് ഡയറക്റ്റ് നോമിനേഷനിലുള്ളത് ലാലേട്ടൻ ചെയ്തത്, അഭിഷേക്, ശ്രീകുമാർ, സിബിൻ, ജാസ്മിൻ. പവർ വീട്ടുകാർ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തത് രശ്മിൻ. ബാക്കി എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്ത് വീട് നിറയെ പേര് എല്ലാവരും നോമിനേഷനിൽ വന്നു. അത് വളരെ നല്ല കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ രശ്മിന്റെ കാര്യം പറയാൻ പോകുന്നത്, വളരെ ഭാഗ്യം കൊണ്ട് മാത്രം ഈ വീട്ടിൽ ഈ 43 ദിവസം കടന്നുപോയ ഒരു കണ്ടസ്റ്റന്റ് ആണ് രശ്മിൻ ഭായ്. ശരിക്കും എനിക്ക് തോന്നുന്നു നോമിനേഷനിലേക്ക് വരികയാണെങ്കിൽ ഒരു 2-3 ആഴ്ച മുൻപേ പോകേണ്ട ആളാണ്. അത് അത്രമാത്രം തൊട്ടിത്തരമെല്ലാം കാണിച്ചിട്ടുണ്ട് ഈ വീട്ടിനകത്ത്. സോ ആ സമയത്തെല്ലാം അടുപ്പിച്ച് 2 ആഴ്ച പവർ വീട്ടിലിരിക്കുകയും പിന്നെ ഒരാഴ്ച വെളിയിൽ വന്നപ്പോൾ അങ്ങനെ വഴുതി പോവുകയും അടുത്തത് നോമിനേഷനിൽ എല്ലാവരും ഇടാൻ നോക്കുന്ന സമയത്ത് വീണ്ടും പവർ വീട്ടിലേക്ക് ചേക്കേറുകയും ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ സ്ലിപ്പായി പോയതാണ്. സോ ഈ ആഴ്ച പിടിച്ചു. അതിന് ലാലേട്ടൻ തന്നെ വേണ്ടി വന്നു. എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകൾ ഉള്ളത് കൊണ്ട് രശ്മിൻ അങ്ങനെ പിടികൊടുക്കാതെ പോയതാണ്. പക്ഷെ ജയിലില് ഫുഡ് കൊണ്ടുപോയി കൊടുത്താണ് ലാലേട്ടൻ പിടിച്ചത്. വളരെ നന്നായി. കുറച്ച് ഓവർ സ്മാർട്ടാണ് രശ്മിന്. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, കാരണം കൂടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു ഭാവമുണ്ട്. അതാണ് മാറ്റിയത്. പക്ഷെ ജയിലിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുക, നോറ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ പന്നീര് കൊണ്ടുപോയി കൊടുക്കരുത്. ജയിൽ എന്താണ്, സുഖവാസമാണ്. ജാസ്മിനും ഗബ്രിയും പോകുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, ജയിൽവാസം ഒരു സുഖവാസ കേന്ദ്രമാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് കഞ്ഞിയും ചമ്മന്തിയെല്ലാം കൊണ്ടുപോയി കൊടുത്തത്. അപ്പൊ ജയിലിൽ ഒരു ശിക്ഷ കൊടുത്ത് ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് ജോലി ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണോ ഫുഡ് അലോ ചെയ്തിരിക്കുന്നത് അതാണ് കഴിക്കേണ്ടത്. അല്ലാതെ ലക്ഷറീസ് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കുക പറഞ്ഞാൽ പിന്നെ ജയിലിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവർക്ക് പറ്റുന്ന ആളുകൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്തും ചെയ്യാം. അതാണ്, അതിനാണ് ഇപ്പൊ പൊളിച്ചടുക്കി ലാലേട്ടൻ കൈ കൊടുത്തത്. അത് മാത്രമല്ല, പിന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സൺഡേയില് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോ ജിൻഡോ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഡോറ് ഓപ്പൺ ചെയ്ത് ഫുഡ് കുനിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഗബ്രിയും ജാസ്മിനും ഒന്ന് ഹഗ് ചെയ്ത കാര്യം, അത് പക്ഷെ ആ ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആ വ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് രണ്ടുപേരും ആ ചെയ്ത പ്രവൃത്തി. എന്നിട്ട് നടുക്ക് നിന്നിട്ട് കാര്യമില്ല അളിയ എന്നൊരു ഡയലോഗും കൂടെ ജാസ്മിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഭയങ്കര എന്തോ ജിൻഡോനെ വലുതായിട്ട് എന്തോ തേച്ചൊട്ടിച്ചു, തോൽപ്പിച്ചു, നീ ഇപ്പൊ ഇടയ്ക്ക് കയറി നിന്നാലും ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും എന്നുള്ള ഭാവത്തോടു കൂടി തന്നെയാണ്, കരുതി കൂട്ടി തന്നെയാണ് അത് പറഞ്ഞത്. അത് ലാലേട്ടൻ എടുത്ത് ചോദിച്ച് തേച്ചൊട്ടിച്ചത് വളരെ നന്നായി. ഒന്ന് കൊടുക്കണമായിരുന്നു. കാരണം ഞങ്ങൾ എന്ത് ചെയ്ത് ബിഗ് ബോസിന്റെ റൂളിൽ ഇതൊന്നും ചെയ്യണ്ട എന്നുള്ളതില്ലല്ലോ. സോ അതുകൊണ്ടാണ് എന്ത് വേണമെങ്കിലും ചെയ്യാ എന്നുള്ളത്, മറ്റുള്ളവരെ ചൊടിപ്പിക്കാനായിട്ട്, അത് പ്രത്യേകിച്ച് ജിൻഡോനെ ചൊടിപ്പിക്കാനായിട്ട് എന്തും ചെയ്യാ എന്നുള്ളത് ചെയ്തത്. പക്ഷെ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഒരു മനുഷ്യനെ ഇമാതിരി ഒരു ഗ്യാപ്പിൽ കുരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് ഈ ചെയ്യുന്നതിന് നമ്മൾ ആക്രാന്തം തന്നെ പറയാം. ഏതിരുന്നാലും ഈ ആഴ്ച ഈ വീക്കില് രശ്മിൻ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. സോ രശ്മിന്റെ എങ്ങനെയാണ് പ്രേക്ഷകർക്കിടയിൽ ഒരു അധ്യാപികയായിട്ട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, അതും രശ്മിൻ തെറ്റിച്ചിട്ടുണ്ട്. രശ്മിൻ പവർ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ജിൻഡോ കൂടെയുള്ള സമയത്ത് തന്നെ വേസ്റ്റ് വീട്ടിൽ വാരി വിതറി ഹൈജീനിക്കിന്റെ ഒരു പ്രശ്നത്തിൽ ഉണ്ടായിരുന്നു. സോ അതെല്ലാം എടുത്തു വെച്ച് ഇനിയാണ് പ്രേക്ഷക വിധി എന്താണ് രശ്മിന്റെ കാര്യത്തിൽ. ബാക്കി ആരുടെ കാര്യത്തിലും അത് പോട്ടെ, കാരണം ഒരു അധ്യാപികയായിട്ടും ചെയ്ത കുറെ പൊട്ടത്തരങ്ങളുണ്ട്, മണ്ടത്തരങ്ങളുണ്ട്. അറിവില്ലായ്മ കൊണ്ട് ചെയ്താണോ, അത് കൂട്ട് നിൽക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു ധാർഷ്ട്യത്തിൽ ചെയ്താണോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഓവർ സ്മാർട്ടൊക്കെ ഇതുവരെ ഞാൻ രശ്മിന്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. സോ എന്ത് തന്നെയാണെങ്കിലും പ്രേക്ഷകരുടെ താല്പര്യം എന്താണ് എന്ന് ഈ ആഴ്ച അറിയാൻ എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നേരത്തേക്ക് വിചാരിച്ചിട്ടുണ്ട് രശ്മിൻ ഒന്ന് നോമിനേഷനിൽ വരണം എന്നുള്ളത്. നിങ്ങൾ ഈ വീട്ടിൽ ആരാണ്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്, ഇനി എങ്ങനെയാണ് തേച്ചൊട്ടിച്ചു ലാലേട്ടൻ അല്ലേ? അപ്പൊ അതെല്ലാവരും കണ്ടതാണ്. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആയതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. സോ ഞാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ അതെടുത്ത് കാണിച്ചില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഡയറക്റ്റ് നോമിനേഷനിൽ ഒരുപക്ഷെ രശ്മിൻ വരില്ലായിരുന്നു. എല്ലാവരും ജിൻഡോനെ നോട്ടമിട്ടിട്ടുണ്ടാവും. കാരണം വീണ് കിടക്കുന്ന ആള് ജിൻഡോയാണല്ലോ. എല്ലാവർക്കും ഇട്ട് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ്. പോകുന്നവർക്കും വരുന്നവർക്കും ടണാന്നൊന്ന് കൊട്ടിയിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെണ്ട ആകെ മൊത്തത്തില് ആ വീട്ടിനകത്ത് ഉള്ളത് ജിൻഡോയാണ്. അപ്പൊ ജിൻഡോന്റെ നേരെ കൊട്ടാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗബ്രി അത് പറയുകയും കൂടി ചെയ്തു, എനിക്ക് ജിൻഡോയാണ്. അവിടെയും കണ്ടോ രശ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്, എനിക്ക് ജിൻഡോയാണ്. ഇനിയിപ്പോ നമ്മൾ എല്ലാവരും കൂടെ നോക്കിയിട്ട്
എങ്ങനെയാണ് മെജോറിറ്റി, അങ്ങനെയെങ്കിൽ രശ്മിനാണെങ്കിൽ രശ്മിനെ പറയാ എന്താണ് വോട്ട് കൊടുക്കുക, ഡയറക്റ്റ് നോമിനേഷനിൽ പൊക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞത് വേറെ മാതിരിയായി പോകും. സോ നിങ്ങൾ ആരെങ്കിലും പറയണമെങ്കിൽ കുറച്ചും കൂടി ഉചിതമായിരിക്കും. അങ്ങനെയാണ് അത് ശരണ്യയും ശ്രീരേഖയും കൂടെ പറയുന്നത്. അവിടെയും ഗബ്രി കണ്ടോ. സോ ഗബ്രി ജാസ്മിന്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ട്, എന്തുണ്ടെങ്കിലും അവർ കൂടെ ഉണ്ട് എന്നുള്ള ആ രശ്മിന്റെ തോന്നലാണ് കുറച്ച് ഓവർ സ്മാർട്ട് ആയിട്ട് കുറെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അപ്പൊ ഡയറക്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി അറിയണം ജനങ്ങളുടെ പ്രീതി രശ്മിൻ എന്ന വ്യക്തി എന്ന ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് എന്താണ് എന്നുള്ളത്. സോ ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.